ഞാൻ രാവിലെ ഉണ്ടാക്കിയ പൂരിയാണ് കേട്ടോ. അത് വൈകുന്നേരം എടുത്തപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പൂരീൻ്റെ റെസിപ്പിയാണ്, അതും റവ ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇനി വറുക്കാത്ത റവയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനത് വറുത്ത റവ ഒരു മിക്സീൻ്റെ ജാറിലേക്ക്, നമ്മൾ പൊടിക്കാനൊക്കെ എടുക്കുന്ന ജാറുണ്ടല്ലോ, ആ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു അരഭാഗം ചേർത്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം അടപ്പ് മൂടിയിട്ട് ഇതുണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട, ഏകദേശം ഒരു ചെറിയ തരി നിന്നോട്ടെ. ഇതുപോലെയാണെന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, ഒരു തരി പോലെ എണ്ണ കുടിക്കത്തില്ല. പിന്നെ ഈ ഒരു പൂരി അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല അധികം ടൈം തന്നെ ഇത് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പൂരീൻ്റെ ഈ റവേൻ്റെ പൊടി ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ഒരല്പം ഒരു 2 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ ഒരു എണ്ണയും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഈ ഒരു പൊടിയിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റവ ഉപയോഗിച്ചിട്ട് നമ്മൾ മൈദ ഉണ്ടാക്കി വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് പോലെയല്ല, നല്ല പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, വെറുതെ പറയുന്നതേ അല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് കുറച്ചായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് അത് ചൂടുവെള്ളമൊന്നും വേണ്ട, നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ ആദ്യം ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ ആവശ്യത്തേക്കും വെള്ളം ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം എല്ലാ സൈഡിലേക്കും ഈ പൊടി ഒന്ന് നനഞ്ഞ് വരട്ടെ. നമ്മുടെ ഈ ഒരു റവ എല്ലാ വശത്തോട്ടും വെള്ളമായിട്ട് ഒന്ന് നനഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിന് തിളച്ച വെള്ളമൊന്നും വേണ്ട, നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ചാൽ മതി. നോർമൽ പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും അത്യാവശ്യം ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ കുഴച്ചു. ഇനി ഒരു 2-3-4 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കേട്ടോ. അത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു കുറച്ച് നേരം നമ്മളൊരു എണ്ണ ചൂടാവുന്നത് വരെ ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ അത്രയൊന്നും തന്നെ വെക്കുന്നില്ലെങ്കിൽ കൂടി എണ്ണയൊന്ന് ചൂടായിട്ട് ഒന്ന് വരുന്നത് വരെ, അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും നമ്മളുടെ ഈ ഒരു മാവ് കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ചു. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ്. ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു മാവ് കേട്ടോ. പൂരി ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ ഒരു വീഡിയോയ്ക്ക് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തി, ചപ്പാത്തി പരത്തുന്ന പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതുണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. എന്നിരുന്നാൽ കൂടി പ്ലേറ്റിലൊന്നും തന്നെ എവിടെ ഒട്ടിപ്പിടിക്കുകയൊന്നും തന്നെ ചെയ്യുന്നില്ല. നന്നായിട്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പൂരി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതേ എണ്ണ നന്നായിട്ട് തന്നെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. പൂരി ഇട്ട് കൊടുത്തു, കണ്ടോളണം കേട്ടോ. നന്നായിട്ട് തന്നെ എണ്ണേൻ്റെ ചൂട് അത്യാവശ്യം ചൂടിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴതേ നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, നല്ലോണം വീർത്ത് വരും. എന്നാൽ ഒരു തരി പോലെ എണ്ണ കുടിക്കത്തൊന്നുമില്ല കേട്ടോ പൂരി. റവയുടെ പൂരി ആയത് എണ്ണ കുടിക്കുന്നൊന്നും വിചാരിക്കേണ്ട, നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരും. എന്നാൽ നല്ല സോഫ്റ്റ്, ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അറിയില്ലാത്തവർക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, എത്രത്തോളം സിമ്പിളായിട്ടാണ് നമ്മളുടെ വളരെ പെട്ടെന്ന് തന്നെ റവ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ 2 വശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതുപോലെ എല്ലാ പൂരിയും ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. എന്നിട്ട് ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ്, ഇപ്പോഴും നമ്മൾ സാധാരണ മൈദപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പൂരി ചുടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് പൂരി ചുടുകയാണെങ്കിലൊക്കെ അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും നല്ലോണം വീർത്ത് വന്നതാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് താന്നു പോകൂലേ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ഞാനത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത്. അത്ര നേരമായിട്ട് നല്ല പെർഫെക്റ്റ്, അത് കണ്ടില്ല, നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി ഇതാണ്ടോ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പൂരിയാണ് കേട്ടോ.
ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഇത് കണ്ടോ, ആദ്യം ഉണ്ടാക്കിയത് തൊട്ട് എല്ലാം നല്ല വീർത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം ഞാൻ കാണിച്ച ആ വീഡിയോയിലും കണ്ടില്ലേ, 4 മണിയൊക്കെ ആയപ്പോൾ കഴിച്ചതാണ് കേട്ടോ. അപ്പോഴും ഇതെന്താ പറയുക, നല്ല ഉള്ളിൽ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണെങ്കിൽ കൂടി ആ ഒരു വീർത്ത് വന്നത് അതുപോലെ തന്നെ നിൽക്കും. അടിപൊളിയാണ്. ടേസ്റ്റ് ബേസും ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എണ്ണ കുടിക്കത്തൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അറിയില്ലാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് എന്താ പറയുക, ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ട്രിക്സ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഒത്തിരി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള എന്താ പറയുക ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂട്ടുക കേട്ടോ. അപ്പോൾ എന്നും ഈ സ്നേഹം മുന്നോട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ടുള്ള പൂരി നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 2 എടുത്ത് ഇതിന് വേണ്ടിയിട്ട് പൂരി പിന്നെ ബാജിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാജിക്കറീൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ചൂട് ബാജിക്കറിയും കൂട്ടി ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.